സോ അപ്പം നമ്മുടെ വിജയ് ദേവർകൊണ്ടയും രശ്മിക മന്ദനയും കൂടെ ചേർന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം അഭിനയിക്കുന്ന ഒരു പുതിയ സിനിമ വരുന്നുണ്ട്. അതിൻ്റെ അനൗൺസ്മെൻറ്റ് വീഡിയോ ആണ് വന്നിരിക്കുന്നത്. അനൗൺസ്മെൻറ്റ് വീഡിയോ ആണെന്ന് തോന്നുന്നു. രണബാലി അങ്ങനെയാണ് അതിൻ്റെ പേര് വായിക്കുന്നതാണ് നമുക്ക് തോന്നുന്നത്. നമ്മുടെ നോളജ് വെച്ചിട്ട് നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്. തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. നമുക്ക് അതിൻ്റെ ആ പ്രൊമോ ഒന്ന് കണ്ടു നോക്കാം. ആദ്യം അവർ പറഞ്ഞു സ്റ്റോറി ഓഫ് എ ഡാർക്ക് ഹിഡൻ ചാപ്റ്റർ ബിഫോർ ഇറ്റ്. മറ്റേ ബംഗാൾ ഫാമിനാണ്. അതന്നെ ആയിരിക്കും ബംഗാൾ ഫാമിൻ. $45 trillion stolen from it. അതിനെ ബേസ് ചെയ്തത്. അതന്നെ ആനിമേഷനാണോ? ഞാൻ വീഡിയോ കണ്ടാവെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഉയർത്തെഴുന്നേക്കുന്ന വിജയദേവരുണ്ട്. റിയൽ ലൈഫ് ക്യാരക്ടർ രണബാലി. The Legend of 1878 കഥയാണ്. അർണോൾഡ് വൂസ്ലോ, ജയമ്മ, ജയാദുൽ. സെപ്റ്റംബർ 11 രണബാലി. രണബാലി. ചോര മുഖത്തില്ലാതെ ഒരു നായകനെ കാണാൻ പറ്റത്തില്ലെന്നുള്ള അവസ്ഥയാണ്. ഇതും നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ സംഭവം വരുന്ന കാര്യം വളരെ റാൻഡമായിട്ട് കണ്ടതുകൊണ്ട് നല്ല മെയിൻ രണ്ട് ഇതായിരുന്നു. സെപ്റ്റംബർ 11 സമയമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഷൂട്ടിങ്ങിനൊക്കെ അല്ലേ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കണം. പിന്നെ VFX പരിപാടികളൊക്കെ കാണുമല്ലോ. കാണും. സമയമുണ്ട്. എന്താണെങ്കിലും വരട്ടെ. പുള്ളി ആക്ച്വലി കിങ്ഡത്തിന് ശേഷം അല്ലേ, കിങ്ഡം കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഒരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ടല്ലോ, റൗഡി ജനാർദ്ദന. റൗഡി ജനാർദ്ദന ഈ വർഷം തന്നെ തോന്നുന്നു. അതിന് തൊട്ട് പുറകെ അടുത്തത്. അതെ അതും അനുസരിച്ച് അത് അനുസരിച്ചാണ് ക്യാമറ. ഇത് മറ്റേ ബംഗാൾ ഫാമിൻ സമയത്ത് നമ്മുടെ ഇവിടെ ഉള്ള സ്റ്റോക്ക് മുഴുവൻ അവർ കടൽ വഴി ബ്രിട്ടനിലേക്ക് തിരിച്ചു വിട്ടു. അതുകൊണ്ട് ഫാമിൻ കുറെ കൂടെ രൂക്ഷമായെന്നുള്ളൊരു ലൈനുണ്ട്. അതാന്ന് തോന്നുന്നു. ആ ആനിമേഷൻ വെച്ചിട്ട് ആ സ്റ്റോറി ലൈനാന്ന് തോന്നുന്നു. അതിനെതിരെ പോരാടി മരിക്കുന്ന നായകനായിരിക്കും. അപ്പം അന്ന് ഈ പറയുന്ന പോലെ ഹിറ്റ്ലർ വന്ന 6 മില്യൺ ആളുകളെയാണ്. പക്ഷെ ഇതിനകത്ത് വലിയൊരു ഫിഗറാണ്, അതിലും ഭീകരമായൊരു ഫിഗറാണ് പറയുന്നത്. അപ്പം അതാന്ന് തോന്നുന്നു 45 മില്യണോ അങ്ങനത്തെ ഒരു ട്രില്യൺ. 45 ട്രില്യൺ ആണ് അത് അടിച്ചു പറ്റിയ കണക്ക്. 45 മില്യൺ അല്ലേ? മില്യൺ ആൾക്കാർ. അതോ ബില്യൺ? ബില്യണാകത്തില്ലല്ലോ. മില്യൺ ആൾക്കാർ. 45 മില്യൺ ആൾക്കാരെന്നല്ലോ. അങ്ങനെയൊന്നും അതില്ല. അത് നീ പറഞ്ഞ ഡോളറാണ്. എന്താ $40 ട്രില്യൺ ഡോളറിൻ്റെ കണക്കായിരുന്നു. പിന്നെന്തോ ഒരു ആളുകൾ മരിച്ചതിൻ്റെ കണക്ക് ഉണ്ടായിരുന്നു തോന്നുന്നു. അതിന് ഇവരെന്തെടുത്ത് എന്ത് ചെയ്യുമെന്നറിയില്ല. അതിനിവിടെ ഉണ്ടായിരുന്ന ഒരാൾ ചിലപ്പോൾ അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്ത് ഇപ്പം നമ്മൾ പറഞ്ഞ മറ്റേ അൺസങ് ഹീറോസ് ആയിട്ട് ഒരു ക്യാരക്ടർ, ഇത് ഒറിജിനലാണോ ഇല്ലയോ നമുക്കറിയത്തില്ല, അവരുണ്ടാക്കുന്ന ഒരു അല്ലേ അവരുടെ ഫാൻറ്റസി ആയിരിക്കാം. അത് ബംഗാളിൽ നടക്കുന്നതാണ്. അപ്പം പക്ഷെ ഇപ്പം ഇത് കഥയിൽ മറ്റേ ഇവർ കാണിക്കുന്ന മറ്റേ മാപ്പ് മദ്രാസ് പ്രസിഡൻസിയൊക്കെ വെച്ചിട്ടാണ് കാണിക്കുന്നത്. ആ ഷിപ്പും പരിപാടിയെല്ലാം കാണിച്ചിങ്ങനെ മദ്രാസിൽ ബേസ് ചെയ്തിട്ടുള്ള റെയിൽവേയിൽ അവിടുന്ന് ഫുഡ് കൊണ്ടുവന്നിട്ട് ആക്ച്വലി കപ്പൽ മാർഗത്തിൽ കൊണ്ടുവന്ന മദ്രാസിൽ നിന്നായിരിക്കും അന്നത്തെ. അറിയത്തില്ല, ഇതിനകത്ത് കാണിച്ച വിഷ്വലിൽ അതാണ്. മറ്റേ ബാക്കി ലൊക്കേഷൻ ഒന്നും ഒരു വേറെ പറഞ്ഞില്ലല്ലോ. അത് അറിയില്ല, എന്താവുന്ന പടം വരട്ടെ. അത് തന്നെ ഇപ്പം ചെറുമനാലെ ബംഗാൾ അവിടെയാണ് നടന്നതെങ്കിൽ പടം തെലുങ്ക് പടമാണ്. ബംഗാളിയും തെലുങ്കിലേക്ക് വരാൻ ദൂരമൊന്നും ഇല്ലല്ലോ. അതെ, ഭയങ്കര അടുത്തല്ലേ. കുതിരപ്പുറത്ത് അവിടെ കുതിരപ്പുറത്ത് പുള്ളി റെയിൽവേ ട്രാക്കിലൂടെ പോവാണ്. അവരട്ടെ, നമുക്ക് വേറെ പടത്തെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. ലിഫ്റ്റും കൊടുക്കുന്നുണ്ട്. അതെ, ബ്രിട്ടീഷുകാരെ കൊണ്ട് ലിഫ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇനി എൻ്റെ
ടീസറോ ട്രെയിലറോ ഒക്കെ വരട്ടെ, നമുക്ക് എപ്പോഴും കുറച്ചുകൂടെ ഞാനും കുറച്ചുകൂടെ വിഷ്വൽ ഉണ്ടാവുമെന്ന് വിചാരിച്ച് തമിഴിൽ കണ്ടപ്പോഴേ. എനിക്ക് തോന്നുന്നു അവര് ഏത് കാലഘട്ടം എന്താണ് കഥ എന്ന് സെറ്റ് ചെയ്യുന്ന ജസ്റ്റ് അനൗൺസ് ചെയ്ത് വിടുവാന്ന് തോന്നുന്നു.